നമ്മൾ സൂപ്പർ കോളിഫ്ലവർ ബജ്ജി റെഡി ആയിട്ടുണ്ട്. സോസ് മുക്കി ഈ ബജ്ജി എല്ലാവരും കഴിക്കുക. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കോളിഫ്ലവർ ഉപയോഗിച്ച് ഒരു ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കാവുന്ന ബജ്ജിയാണ്. നമുക്കതിന് ഈ കോളിഫ്ലവർ ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. കോളിഫ്ലവർ ശരിയാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നിർത്തി നമുക്ക് നമ്മുടെ കോളിഫ്ലവറിനെ ഇതിനകത്തേക്ക് എടുത്തിടാം. അപ്പോൾ കോളിഫ്ലവറിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളോ പ്രാണികളോ ഒക്കെ കാണുമല്ലോ, അതെല്ലാം പോയിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്കത് ലഭിക്കും. അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നിർത്തി വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കോളിഫ്ലവർ ഇതിൽ കിടന്ന് ഒന്ന് വെള്ളമെല്ലാം പിടിച്ച് ഒന്ന് ഇതിനകത്ത് കീടങ്ങളെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോയി നന്നായിട്ട് കിട്ടും. നമുക്ക് ബജിക്കെല്ലാം മാവ് ശരിയാക്കാം. അതിലേക്ക് കുറച്ച് കടലപ്പൊടി, നല്ല കട്ടിയിൽ വേണം മാവ് എടുക്കാൻ, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കടലപ്പൊടി ചേർക്കുന്നത്. പിന്നെ കുറച്ച് അരിപ്പൊടി. കടലപ്പൊടി മാത്രം ഒരു സുഖമില്ല, ഇത്തിരി അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും 5-6 കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച പേസ്റ്റാണ്, നല്ലപോലെ ഇതാക്കിയെടുത്ത പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടിയാണിത്. ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഒലർത്ത് മസാലയോ എന്ത് മസാല വേണമെങ്കിലും ഞാൻ ചേർക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ വെജിറ്റബിൾ മസാലയാണ് ചേർത്തിരിക്കുന്നത്. അതിപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിൽ ഇത് കലക്കിയെടുക്കാം നമുക്ക്. വെള്ളം ഊറ്റിയെടുത്ത കോളിഫ്ലവർ നമുക്ക് ഈ മാവിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം.
ബജി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് കോരി എടുക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് വളരെ പൊടിയായിട്ടുള്ള ബജിയാണ്. ഇത് നമ്മൾ ബജി മോഡൽ തന്നെ വലുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ല രുചികരമാണ്, ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമ്മൾ സൂപ്പർ കോളിഫ്ലവർ ബജി റെഡി ആയിട്ടുണ്ട്. സോസ് മുക്കി ഈ ബജി എല്ലാവരും കഴിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ബൈ.